ബിഗ് ബോസ് ലൈവിൽ ഇപ്പം നടന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. അടി തെറ്റിയാൽ ആനയും വീഴും എന്നുള്ളതാണ് ടാസ്ക്. 2 സ്കീ ബോർഡ് ഉണ്ട്. അപ്പോൾ ഒരു സ്കീ ബോർഡിൽ ഒരു കാലും മറ്റേ സ്കീ ബോർഡിൽ മറ്റേ കാലുമാണ് വെക്കേണ്ടത്. എന്നിട്ട് അത് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് നോറ, ജാൻമണി അതുപോലെ തന്നെ ശ്രീതു ആണ്. അപ്പോൾ ആദ്യം നിൽക്കുന്നത് നോറയാണ്, പിന്നെ രണ്ടാമത് ജാൻമണി, മൂന്നാമത് ശ്രീതു ആണ് നിൽക്കുന്നത്. ഇവരിങ്ങനെ എപ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കണം. ലെഫ്റ്റ് റൈറ്റ് എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. ഒരിടത്തും തന്നെ നിൽക്കാൻ പാടില്ല, ഇരിക്കാനും ഒന്നും തന്നെ പാടില്ല. കെട്ടഴിഞ്ഞു പോയാൽ ഇവർ ഔട്ടാവും, വീണാലൊക്കെ ഇവർ ഔട്ടാവും. ബുദ്ധിപരമായിട്ട് കളിക്കാനാണ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത് ഇവർക്ക് തന്നെ ചൂസ് ചെയ്യാം. 3 പേര് ഈ ടാസ്കിൽ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കണം. നടുക്ക് ജാൻമണിയാണ് നിൽക്കുന്നത്. ജാൻമണി അധികം അങ്ങനെ മൂവ് ഒന്നും ചെയ്യുന്നില്ല. നോറയും ശ്രീതു ആണ് മൂവ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ശ്രീതു പിന്നെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസിങ് ശ്രീതുവിന് കിട്ടില്ല. സ്പ്ലിറ്റ് ആയി പോയിട്ട് ശ്രീതു ബാക്കിലേക്ക് വീഴുവാണ് ഉണ്ടായത്. അതിന്റെ ശ്രീതു ആദ്യം തന്നെ ഔട്ട് ആയതിന്ന്. പിന്നെ ജാൻമണിയും നോറയുമായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. നോറ ഒരുപാട് നേരം മൂവ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ജാൻമണി പക്ഷെ ഒട്ടും തന്നെ ബാക്കിൽ നിന്നിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും എപ്പോഴും തന്നെ ഇത് മൂവ് ചെയ്തോണ്ടേ ഇരിക്കണം. ശ്രീതു ഔട്ടായതിനു ശേഷം ജാൻമണിയും അതുപോലെ തന്നെ നമ്മുടെ നോറയും ഒരുപാട് നേരം പിന്നെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. നോറ ശരിക്കും തന്നെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് നേരം ഇവരുടെ ഈ ഗെയിം നീണ്ടു നിന്നു. നോറ ശരിക്കും പറഞ്ഞാൽ മടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോറ അത് നീക്കുമ്പോൾ നോറയുടെ കാൽ അതിൽ നിന്ന് ഊരി പോവുകയാണ്. അങ്ങനെ നോറ കളിയിൽ നിന്ന് ഔട്ടാവുകയും ജാൻമണി അങ്ങനെ നെക്സ്റ്റ് ക്യാപ്റ്റനും ആയിരിക്കുകയാണ്.